ബുദ്ധിമാന്മാരുടെ പുറകെയല്ല അല്ലേ? പൗലോസ്ലീഹായുടെ ചരിത്രത്തിലറിയല്ലോ. അതായത് അവര് റോമിലേക്കുള്ള കപ്പൽ യാത്ര മധ്യത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ യാത്ര ചെയ്യരുത്, കപ്പൽ അപകടം ഉണ്ടാവും. ഉടനെ കപ്പിത്താനും പറഞ്ഞു, കപ്പലുടമയും പറഞ്ഞു, പൗലോസിനോട് മാറി നിൽക്കാൻ പറഞ്ഞു. നമ്മൾ എത്ര വർഷമായി കപ്പലും കടലും കാണാൻ തുടങ്ങിയിട്ട്, നമുക്ക് നന്നായിട്ടറിയാം. കപ്പിത്താൻ പറഞ്ഞു, ഞാനിത് ട്രെയിൻഡാണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ്, പോവുകയാണ്. പൗലോസ്ലീഹയ്ക്കൊന്നും നോക്കണ്ട, പരിശുദ്ധാത്മാവിനെ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അത് കൃപയാണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരിനകത്തുണ്ടാകും? 1% പോലും കാണുന്നില്ല. എന്നിട്ട് പറയും, ഞങ്ങൾ വലിയ ധ്യാനിപ്പിക്കുന്നവരാണ്, വലിയ അഭിഷേകക്കാരാണ്, വലിയ ധ്യാന കേന്ദ്രത്തിൻ്റെ വലിയ ശുശ്രൂഷകരാണ്, വലിയ ആളുകളാണ്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, എല്ലാം അറിയാം, ആരെയും പഠിപ്പിക്കണം. ഞങ്ങൾ ബുദ്ധിമാന്മാർ, ഞങ്ങൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ബിസിനസ്സുകാരൻ, അഡ്വക്കേറ്റാണ്, ജഡ്ജിയാണ്, പൊളിറ്റീഷ്യനാണ്, കമ്പനിയുടെ CEO ആണ് ഞാൻ, എൻ്റെ മകള് എഞ്ചിനീയറാണ്, വിദേശത്ത്, വലിയ സംഭവമാണ്. എൻ്റെ പിന്നെ ഈ ദുരന്തമൊക്കെ എന്തുകൊണ്ടുണ്ടായി? ദൈവം കൂടെ ഇല്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണം, ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയാവുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. രണ്ടിലൊന്നേ പറയാം, രണ്ടും കൂടെ പറയരുത്. രണ്ട് കഴുത്തോടെ ഹല്ലേലൂയ. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങൾ പാകിയിരിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കൾ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയോടെ സ്വീകരിക്കും. നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധമൊന്നുമല്ല, മനുഷ്യന്റെ തിന്മ കയറിപ്പോരുക. അവനെ നശിപ്പിക്കുന്നത് സെക്സ് പാവം, കുടുംബത്തീർത്തുകളെ, 2 പണക്കൊതി, 3 അടിപൊളി ജീവിതം, മദ്യമ. കൃപ പോയി പിന്നെ ഇതിലെല്ലാം പോകുന്നു. പിന്നെ പോകാത്ത വഴിയൊന്നും കാണില്ല. അതുകൊണ്ട് വലിയ പ്രാർത്ഥനക്കാരായിരുന്നു. ഇന്നവൻ മുഴുവൻ തിന്മവനുണ്ട്. അതുകൊണ്ട് മുഴുവൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവനാണ്, അൽത്താരവാലനായിരുന്നു. ഇന്നവന്റെ കഞ്ചാവ് ബിസിനസ്. കൃപ പോയി. വചനം ഭക്ഷിക്കാത്തതുകൊണ്ട്. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് യാക്കോബ് 1:21, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. ഒറ്റവിളി ഹല്ലേലൂയ. ആമേൻ. അടുത്ത വചനം കൂടെ, യാക്കോബ് 1:22-23. എല്ലാവരും പഠിക്കേണ്ട, ഇതൊക്കെ കാണാപ്പാടം പഠിക്കണം, ഹൃദയത്തിൽ സൂക്ഷിച്ചോണം. അത് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന, ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്ന ഒരു ഭായിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നു ഉടനെ തന്നെ വിസ്മരിക്കുകയും കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്. പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനായിരിക്കും. ഹല്ലേലൂയ. അടുത്ത വചനം യാക്കോബ് 1:26-27. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. നേരിട്ട് പറഞ്ഞ എല്ലാവരും, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. ദൈവഭക്തി അല്ലത്, നാവിന് നിയന്ത്രണമില്ല, നാവിനത് ബന്ധനമാണ്. ഏറ്റവും കൂടി കൃപ കിട്ടണമെങ്കിൽ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം, നമ്മൾ പഠിക്കണം, അങ്ങനെയുള്ള മേഖലയിൽ നിന്ന് മാറി നടക്കണം. നാവിന് നിയന്ത്രണമില്ലാത്ത ആളുകളോടൊക്കെയുള്ള നമ്മുടെ ബന്ധങ്ങളും മുറിക്കണം. നമ്മൾ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. യാക്കോബ് 3:2 പറയുന്ന പോലെ നാം എല്ലാം പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തെ പറ്റാത്ത ഏവനും പൂർണ്ണനാണ്, തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് സാധിക്കും. ഹല്ലേലൂയ. പൈശാചിക ശക്തിയിൽ വിട്ടുപോട്ടെ. കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെ ഹൃദയത്തിൽ വിട്ടുപോട്ടെ. പ്രാർത്ഥിച്ചു.